പിയും ആം ആദ്മിയും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ടോ? വർഷം 2011 UPA സർക്കാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. അന്നത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ആം ആദ്മി പാർട്ടിക്ക് വഴിമരുന്നിട്ട പ്രധാനപ്പെട്ട ഘടകം. അന്ന് ആ മുന്നേറ്റം ഏറ്റെടുത്തത് ഇന്ത്യയിലെ യുവതലമുറ തന്നെയായിരുന്നു. സമാനമായി 2026 സോഷ്യൽ മീഡിയ വഴി യുവജനങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുന്നു. നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥയോടുള്ള എതിർപ്പും രോഷവുമാണ് ഇങ്ങനെയൊരു ഡിജിറ്റൽ പാർട്ടിയിലേക്ക് ഇന്ത്യൻ യുവത്വത്തെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ആം ആദ്മി പാർട്ടിയുമായുള്ള ബന്ധം? ഇവർ രണ്ടുപേരും ഒന്നു തന്നെയാണോ? സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? നമുക്ക് പരിശോധിക്കാം. CJP എന്നത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഇതൊരു ഓൺലൈൻ പ്രസ്ഥാനമാണ്. വ്യവസ്ഥിതിയോട് യുവജനങ്ങൾക്കുള്ള അമർഷമാണ് CJPയുടെ മൂല കാരണം പോലും. 2026 മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകൾ അല്ലെങ്കിൽ കോക്രോച്ചസ് എന്ന് വിശേഷിപ്പിച്ചു എന്ന് ആരോപിച്ചിട്ടുള്ള രോഷമാണ് ഈ പേര് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ പ്രസ്ഥാനത്തിന് ആം ആദ്മി പാർട്ടിയുമായി നേരിട്ടുള്ള ഔദ്യോഗിക ബന്ധം ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് എന്നത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതിനാൽ തന്നെ ഇതൊരു ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കമാണോ എന്ന് പലരും സംശയിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് എംപിമാരായ മഹുവ മൈത്ര, കീർത്തി ആസാദ് തുടങ്ങിയവർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണ അറിയിച്ചതുകൊണ്ട് ഇതിൽ ചേരുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും പങ്കുവച്ചിരുന്നു. ഇത് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച സംഭവമാണ്. ഈ പ്രസ്ഥാനത്തിന് ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ഫോളോവേഴ്സിന് ലഭിച്ചത് അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇതിന്റെ ഫോളോവേഴ്സ് യഥാർത്ഥ ഇന്ത്യക്കാരാണോ അതോ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണോ എന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അക്കൗണ്ടുകളാണ് ഇതിന് ഇത്രയും വലിയ സ്വാധീനം നൽകിയത് എന്ന് വിമർശകർ ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും ഇന്ത്യൻ യുവാക്കളാണ് എന്നാണ് സ്ഥാപകർ അവകാശപ്പെടുന്നത്. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും യുവാക്കളുടെ തൊഴിലില്ലായ്മ, ജീവിത ചെലവ് വർധനവ്, രാഷ്ട്രീയ സംവിധാനങ്ങളോടുള്ള അതൃപ്തി എന്നിവ ആക്ഷേപഹാസ്യത്തിലൂടെ തുറന്നു കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഭരണകക്ഷിയായ BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഇപ്പോൾ ഇതിനുണ്ട് എന്നത് ഈ പ്രസ്ഥാനത്തിന് ഡിജിറ്റൽ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇതൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പരീക്ഷണമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എങ്കിലും യുവാക്കളുടെ രോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി എന്ന നിലയിൽ ഇത് നിലവിൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഇനി ആം ആദ്മി പാർട്ടിയും പാറ്റകളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാം. ഈ ആരോപണങ്ങൾ ഉയരാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത് CJPയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ 2020 മുതൽ 23 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വോളണ്ടിയറായും കമ്മ്യൂണിക്കേഷൻ ടീമിലും പ്രവർത്തിച്ചിരുന്നു എന്ന സംഭവമാണ്. കൂടാതെ അദ്ദേഹം ദില്ലി വിദ്യാഭ്യാസ വകുപ്പിൽ കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ പഴയ ബന്ധമാണ് ആരോപണങ്ങൾക്ക് പ്രധാനപ്പെട്ട അടിത്തറ നൽകുന്നത്. രണ്ടാമതായി ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ CJPക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ സംശയത്തിന് വഴിതെളിയിച്ച സംഭവമാണ്. ഒരു വശത്ത് മുതലയും മറുവശത്ത് പാറ്റകളും തമ്മിൽ യുദ്ധം നടന്നാൽ താൻ അഭിമാനത്തോടെ പാറ്റകൾക്കൊപ്പമേ നിൽക്കൂ എന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഈ പ്രസ്ഥാനത്തിന് AAPയുമായുള്ള പരോക്ഷ ബന്ധമുണ്ട് എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. മൂന്നാമതായി രാഷ്ട്രീയമായ പല പ്രതിസന്ധികൾക്കിടയിലാണ് CJP ഇത്ര പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനം നേടിയത് എന്നതും ഇത് ഒരു ആസൂത്രിത നീക്കമാണെന്ന സംശയത്തിന് കാരണമായിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുമ്പോൾ താൻ ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് ഒരു സത്യമാണ് എന്നും അത് താൻ ഒളിച്ചു വെച്ചിട്ടില്ല എന്നും അഭിജിത് ദീപ്കെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ CJP ആം ആദ്മി പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വതന്ത്രമായ ഒരു ഡിജിറ്റൽ മുന്നേറ്റമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. നിലവിൽ കെജ്രിവാളിന്റെ പാർട്ടിയുമായി തനിക്ക് ബന്ധമൊന്നുമില്ല എന്ന് അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഈ ആരോപണങ്ങളെ തുടർന്ന് ആശിഷ് ജോഷി എന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ CJPയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പ്രസ്ഥാനം സ്വതന്ത്രമാണോ അതോ രാഷ്ട്രീയ പാർട്ടിയാൽ നയിക്കപ്പെട്ടതാണോ എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം പിന്തുണ പിൻവലിച്ചത്. പല നിരീക്ഷകരും ഇതിനെ 2011 ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനവുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. അന്ന് ആ പ്രസ്ഥാനം പൂർണ്ണമായും സ്വതന്ത്രമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിലും പിന്നീട് അതിന് ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന വിമർശനവും ഉയർന്നിരുന്നു. CJPയുടെ കാര്യത്തിലും സമാനമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ് എന്ന നിലയിലാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നത് പോലും. CJP ഔദ്യോഗികമായ ഒരു പാർട്ടിയല്ല, മറിച്ച് സോഷ്യൽ മീഡിയ കേന്ദ്രീകൃതമായ ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.
എന്നാൽ സ്ഥാപകന്റെ പശ്ചാത്തലവും ചില നേതാക്കളുടെ പിന്തുണയും ഈ മുന്നേറ്റത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് എന്നതാണ് സത്യം. ആം ആദ്മി പാർട്ടിയെ പോലെ മറ്റൊരു മുന്നേറ്റം CJP നടത്തുമോ എന്നതാണ് ഇനി കാണാനുള്ളത്.